ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഏത് പാഠം മാം എടുത്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതാ പാഠത്തിൻ്റെ പേര്? കഠിനാധ്വാനി അല്ലേ? അപ്പം എന്താ അതിൻ്റെ അർത്ഥം? കഠിനമായി അധ്വാനിക്കുന്നവരെയാണ് നമ്മൾ കഠിനാധ്വാനി എന്ന് പറയുക അല്ലേ? ഇതിൽ കഠിനാധ്വാനി ആയിട്ടുള്ള ഇതാരാണ്? ഉറുമ്പാണോ ചിവീടാണോ? ഉറുമ്പ് അല്ലേ? അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതുപോലെ നിങ്ങളെ അമ്മമാരൊക്കെ സഹായിക്കാറുണ്ടോ? ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് മടി കാണിച്ചിരിക്കാൻ പാടില്ല എന്നാണ് ഇതിലൊരു ഗുണപാഠം. മോറൽ ഓഫ് ദ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ? എന്താ? മടി പാടില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റണ ചെറിയ ചെറിയ ജോലികൾ നമ്മൾ ചെയ്യണം. അലസത ഒട്ടും തന്നെ പാടില്ല അല്ലേ? അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ, ചെറിയ ചെറിയ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യണം. തുണിയൊക്കെ മടക്കി വയ്ക്കുക, അമ്മമാർ പാത്രം കഴുകാനൊക്കെ സഹായിക്കാം അല്ലേ? ചെടികൾക്കൊക്കെ നനയ്ക്കാം. അങ്ങനെ വലിയ പണികളൊന്നും നിങ്ങൾ ചെയ്യണ്ട, പ്രായമായിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ മെയിനായിട്ടുള്ള പണി എന്താണെന്നറിയോ? നിങ്ങൾ പഠിക്കണം. ഇപ്പം നിങ്ങളുടെ ജോലി എന്താ? പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അല്ലേ? അപ്പോൾ അത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ഈ പാഠത്തിൽ പറയണത്? എന്താ? ഉറുമ്പ് ചീവീട് വന്ന് വിളിച്ചിട്ടും ഉറുമ്പ് ജോലി നിർത്താതെ ജോലി ഇങ്ങനെ ചെയ്തു. എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? മഞ്ഞുകാലത്തേക്ക് വേണ്ടി, മഞ്ഞുകാലമാകുമ്പോൾ ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ, അതിനു വേണ്ടി ഇപ്പോഴേ ഉറുമ്പ് ധാന്യമണികളൊക്കെ ശേഖരിച്ച് വെക്കുന്നതാണ് ആര് കണ്ടത്? കണ്ടത് ചിവീട് കണ്ടത് അല്ലേ? അപ്പോൾ ചിവീട് എന്ത് പറഞ്ഞു? വരൂ, ഉറുമ്പിനെ കളിക്കാൻ വിളിച്ചു. ഉറുമ്പ് എന്ത് പറഞ്ഞു? ഉറുമ്പ് അവർ വിളിക്കുന്നത് മൈൻഡേ ചെയ്തില്ല, ശ്രദ്ധിച്ചേ ഇല്ല ഉറുമ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? ഉറുമ്പിൻ്റെ ജോലി ഇങ്ങനെ തുടർന്നു അല്ലേ? ഒരു വസന്തകാലത്തിലാണ് അത്. അങ്ങനെയല്ല കഥ. ഒരു നല്ല വസന്തകാലം, നല്ലൊരു പ്രകൃതിയാണ്, നല്ലൊരു അന്തരീക്ഷം. ആ സമയത്താണ് എന്താണ് ഉറുമ്പ് എന്ത് ചെയ്യുന്നത്? വസന്തകാലത്തിലാണ് ഇതൊക്കെ ശേഖരിച്ച് വെക്കുക. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലം മഞ്ഞുകാലമാണ്. അപ്പോൾ ഒരു ഭക്ഷണവും കിട്ടില്ല. അപ്പോൾ ആ മഞ്ഞുകാലത്തേക്കുള്ള ഭക്ഷണം കൂടി നമ്മൾ ഇപ്പോൾ ഉറുമ്പ് സൂക്ഷിച്ച് വെക്കുകയാണ്. അതുപോലെ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. കിട്ടിയ പൈസ ഉടനെ ദൂർത്തടിച്ചൊന്നും കളയാതെ, വരാൻ പോകുന്ന കാലം ഏത് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? എപ്പോഴും ഒരേ കാലം പോലെ നല്ല കാലമൊന്നും ആവണമെന്നില്ല. ആപത്ത് നിറഞ്ഞ കാലങ്ങളുണ്ടാവും അല്ലേ? ഇപ്പോൾ കൊറോണ പോലെയൊക്കെ വന്നില്ലേ? ഒരു പ്രതീക്ഷിക്കാണ്ടാണോ ഇപ്പോൾ കൊറോണ വന്നതല്ല. അപ്പോൾ ആ കാലത്തൊക്കെ നമ്മൾ എങ്ങനെ അതിജീവിക്കുക? അപ്പം നമ്മൾ കിട്ടുന്നത് വളരെയധികം സൂക്ഷിച്ച് ചിലവാക്കുക, ദൂർത്തടിക്കാതെ ജീവിക്കുക. ഉറുമ്പിനെ പോലെ വരും കാലത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക അല്ലേ? അപ്പോൾ വസന്തകാലം, എങ്ങും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, തികച്ചും ഉന്മേഷകരമായ ഒരു അന്തരീക്ഷം. അപ്പോൾ അതാ വരുന്ന ഒരു ചിവീട് ആർത്തുല്ലസിച്ചിട്ടാണ് ചിവീട് വരുന്നത്. വളരെ സന്തോഷത്തിലാണ് ചിവീട്. വഴിയിൽ വെച്ച ഒരു ഉറുമ്പിനെ കണ്ടുമുട്ടി. തൻ്റെ കൂടെ പോരാൻ അവൻ ഉറുമ്പിനെ ക്ഷണിച്ചു. ധാന്യമണികൾ ഓരോന്നായി കഷ്ടപ്പെട്ട് ശേഖരിച്ച് കൂട്ടിലെത്തിക്കുകയായിരുന്നു ഉറുമ്പ്. ചിവീടിനൊപ്പം പോകാതെ ഉറുമ്പ് ജോലി തുടർന്നു. ഉറുമ്പ് ചീവീട് വിളിച്ചപ്പോഴൊന്നും പോയില്ല. ഉറുമ്പ് ഒന്നും മൈൻഡ് ചെയ്യാണ്ട്, ചീവീടിനൊന്നും ശ്രദ്ധിക്കാണ്ട് ഉറുമ്പിൻ്റെ ജോലി ഇങ്ങനെ തുടങ്ങും. ധാന്യമണികളൊക്കെ കൂട്ടിലെത്തി ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയായിരുന്നു, ശേഖരിച്ച് വെക്കുകയായിരുന്നു ഉറുമ്പ് ചെയ്തിരുന്നത്. ധാരാളം ധാന്യം കിട്ടുന്ന കാലമാണിത്. വസന്തകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയൊക്കെ, അപ്പോൾ എല്ലാവരും ധാന്യമണികൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്തിലൊക്കെ ഉറുമ്പ് എന്ത് ചെയ്തു? അതൊക്കെ സൂക്ഷിച്ച് കൂട്ടിലിങ്ങനെ കൊണ്ടുവയ്ക്കുകയായിരുന്നു. ഇനി മഞ്ഞുകാലം വരും, കഷ്ടപ്പാടിൻ്റെ കാലം. അന്ന് ഒരൊറ്റ മണി ധാന്യം പോലും കിട്ടില്ല, എവിടെയും കിട്ടില്ല. ഉറുമ്പിന് അത് നന്നായിട്ട് അറിയാം. പിറ്റേന്ന് ചിവീട് ഉറുമ്പിനെ കണ്ടുമുട്ടി. അപ്പോഴും പണി തന്നെ പണി. ഉറുമ്പ് അപ്പോഴും പണി തന്നെയാ. ചിവീട് വിളിച്ചിട്ട് അപ്പോഴും കളിക്കാനും ഒന്നും പോയില്ല ഉറുമ്പ്. അന്നും അവൻ ഉറുമ്പിനെ വിളിച്ചു. ഉറുമ്പ് ജോലി തുടർന്നു. ചിവീട് അവനെ കണക്കിന് കളിയാക്കി. ഏത് നേരം ഇങ്ങനെ പണി ചെയ്തിരിക്കുകയാണോ? ഒന്ന് എൻ്റെ കൂടെ വന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിവീട് ഉറുമ്പിനെ അങ്ങോട്ട് മതിയാവോളം അങ്ങനെ കണക്കിന് കളിയാക്കി. പിറ്റേന്നും ഇത് തുടർന്നു. എന്നാൽ എന്നും വന്ന് വിളിക്കും ചിവീട്, ഉറുമ്പ് ചെല്ലില്ല. അവന് പിന്നെയും കളിയാക്കും ചിവീട്. പക്ഷെ ഉറുമ്പിൻ്റെ ജോലി നിർത്തിയേ ഇല്ല. ഒടുവിൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു. എന്താ? വസന്തകാലം, ആ നല്ല കാലമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലം ഏതാണ്? മഞ്ഞുകാലം. എന്താ മഞ്ഞുകാലത്തിൻ്റെ പ്രത്യേകത? ഒരു ഭക്ഷണം കിട്ടില്ല, ഒരു ധാന്യമണി പോലും കിട്ടില്ല. ആ കാലം എത്തി, മഞ്ഞുകാലം എത്തി. വസന്തം കഴിഞ്ഞു, മഞ്ഞുകാലം എത്തി. എങ്ങും കൊടും തണുപ്പ് തന്നെ. മഞ്ഞുകാലത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ല തണുപ്പായിരിക്കും അല്ലേ? കൊടും തണുപ്പ് തന്നെ. എന്താ? കഠിനായിട്ടുള്ള തണുപ്പാണ്. ഇവിടെ ഒന്നും തിന്നാനില്ല. ചിവിയുടെ ഭക്ഷണം തേടി പുറത്തിറങ്ങി. അപ്പം എന്താ? ഇവിടെ നോക്കുമ്പോഴും ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല, തണുപ്പ് മാത്രം. ചിവിടിന് വിശന്നു തുടങ്ങി. ചിവിട് മെല്ലെ ഭക്ഷണം അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ ദേഹം കിടുകിടാ വിറച്ചു. പുറത്തിറങ്ങിയപ്പോൾ എന്താ? ചിവിടിൻ്റെ ദേഹം അങ്ങ് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ചിവിടിനെ അതുമാത്രം മിച്ചം. തണുത്ത് വിറച്ച് കഷ്ടപ്പെട്ടു മാത്രം. ഭക്ഷണം ഒന്നും ചിവിടിന് കിട്ടിയില്ല. അവന് ഭക്ഷണം ഒന്നും കിട്ടിയില്ല.
നടന്ന് അവൻ ഉറുമ്പിൻ്റെ കൂടിന് മുമ്പിലെത്തി. അവസാനം തണുത്ത് വരച്ച് കഷ്ടപ്പെട്ട് ചീവിയുടെ എവിടെ എത്തി? അവസാനം ഉറുമ്പിൻ്റെ കൂടിൻ്റെ മുമ്പിലെത്തി. ഉറുമ്പ് അതാ വരാന്തയിൽ കമ്പിളിയും പുതച്ച് ധാന്യവാനങ്ങളും കുറിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ചീവീട് മെല്ലെ കഷ്ടപ്പെട്ട് തണുത്ത് വിറച്ച് വിശന്ന് ഇങ്ങനെ നടന്ന അവസാനം ഉറുമ്പിൻ്റെ കൂടിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഉറുമ്പിൻ്റെ വീടിൻ്റെ അടുത്തപ്പോൾ ഉറുമ്പ് എന്താ ചെയ്യണമെന്നറിയോ? ഉറുമ്പ് വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ സുഖമായി ഇരുന്ന് എന്താ പറയുക, കമ്പിളിയൊക്കെ പുതച്ച് തണുക്കേണ്ട ഉറുമ്പിനെ കമ്പിളിയൊക്കെ പുതച്ച് ഉറുമ്പ് ഇങ്ങനെ ധാന്യമണി ഇങ്ങനെ കുറിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആര് കണ്ടു? ചീവീട് കണ്ടു. അപ്പോൾ ഇതുവരെ മാമൊന്നും എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കണില്ലേ? നന്നായിട്ട് ഭംഗിയിൽ എഴുതിയെടുക്കണം. അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിച്ചോളൂ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.